ബിസിസിഐയുടെ ആജീവനാന്ത വിലക്കിനെതിരെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി വിധി പറയുകയാണ്. ഭാഗികമായ ആശ്വാസം ശ്രീശാന്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് വേണം ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. അദ്ദേഹത്തിന്റെ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കിയിരിക്കുന്നു. പക്ഷേ മറ്റ് അച്ചടക്ക നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ബിസിസിഐക്ക് തീരുമാനിക്കാം എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇനി ബിസിസിഐയുടെ തീരുമാനമായിരിക്കും നിർണായകമാവുക. എന്തായാലും ശ്രീശാന്തിനെ സംബന്ധിച്ച് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം ആജീവനാന്ത വിലക്ക് എന്നുള്ള വലിയ കടമ്പ അദ്ദേഹത്തിന് നീങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. അത് വിലക്ക് നീക്കിക്കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ഇനി അദ്ദേഹത്തിന് കളിക്കണമെങ്കിൽ ഒരുപക്ഷെ ബിസിസിഐ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് മത്സരങ്ങളിൽ പഴയതുപോലെ കളിക്കാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ അവസരമുണ്ടായിട്ടും അതിന് തനിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതടക്കം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മേലുണ്ടായിരുന്ന ചുമത്തപ്പെട്ട ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി പിൻവലിച്ചിരിക്കുന്നു. ഇനി മറ്റ് അച്ചടക്ക നടപടികൾ വേണമെങ്കിൽ ബിസിസിഐക്ക് ഇക്കാര്യത്തിൽ തീരുമാനിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നിലപാട്. വാദവയ്പ് നടത്തിയെന്ന ആരോപണം കള്ളമാണ് എന്ന് വിചാരണ കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടും തനിക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടി നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിലക്കേർപ്പെടുത്തുന്നത് അനാവശ്യമാണ്, നിയമലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. അക്കാര്യത്തിൽ സുപ്രീം കോടതി ആ വിലക്ക് നീക്കിക്കൊടുത്തിരിക്കുന്നു, ആജീവനാന്ത വിലക്ക് പിൻവലിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി വേണമെങ്കിൽ ബിസിസിഐക്ക് തീരുമാനിക്കാം എന്നുകൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ബിസിസിഐ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷേ ശ്രീശാന്തിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഭാവി കായിക ജീവിതത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാവുക. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. 3 മാസത്തിനകം ശ്രീശാന്തിന്റെ പരാതി തീർപ്പാക്കണം എന്നുകൂടി വിധി പ്രസ്താവത്തിനോടൊപ്പം സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. 3 മാസത്തിനകം ശ്രീശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാതി വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും തനിക്ക് മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ അച്ചടക്ക നടപടി ആജീവനാന്ത വിലക്ക് നീക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ അവസരമുണ്ടായിട്ടും അതിന് പോകാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം ജസ്റ്റിസുമാർ അശോക് ഭൂഷൺ, കെ എം ജോസഫ് എന്നിവരായ ബെഞ്ചിന് മുന്നിലാണ് പരാതിപ്പെട്ടത്. രാജസ്ഥാൻ റോയൽസ് 2 വർഷത്തെ വിലക്ക് മാത്രമാണ് ഏർപ്പെടുത്തിയത്. വാദവയ്പ് നടത്തിയെന്ന ആരോപണം കള്ളമാണെന്ന് വിചാരണ കോടതിക്ക് വരെ ബോധ്യപ്പെട്ടതാണെന്നും കുറ്റം സമ്മതിക്കാൻ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും ശ്രീശാന്ത് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതിനുശേഷം നടന്ന നീണ്ടമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ആജീവനാന്ത വിലക്ക് നീക്കിക്കൊണ്ട് ശ്രീശാന്തിന് ഒരു ഭാഗികാശ്വാസം സമ്മാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് അച്ചടക്ക നടപടികൾ ഇക്കാര്യത്തിൽ ഇനി വേണോ എന്ന് ബിസിസിഐക്ക് തീരുമാനിക്കാം എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയാണ്. റാഷിദ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്നാൽ ഇക്കാര്യത്തിൽ ബിസിസിഐ കോടതിയിലെടുത്തൊരു നിലപാട് കൂടി ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വാദവയ്പുമായി ബന്ധപ്പെട്ട തൻ്റെ മേൽ ചുമത്തപ്പെട്ട ദുരൂഹതകൾ പൂർണ്ണമായും മറനീക്കി പുറത്തു വരാൻ ശ്രീശാന്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനായിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ ബിസിസിഐ എടുത്തിരുന്നത്. ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി അറിയിച്ചിരുന്നതും അതുതന്നെയാണ്. ഇനി ഒരുപക്ഷെ ആജീവനാന്ത വിലക്ക് നീക്കിയ ഈ ഒരു ഘട്ടത്തിൽ ഇനി എന്തായിരിക്കും ബിസിസിഐ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കിക്കൊടുത്തിരിക്കുന്നു. പല ഘട്ടങ്ങളിലും ശ്രീശാന്ത് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നും ബിസിസിഐ വാദിച്ചിരുന്നു. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ബിസിസിഐ വിലക്ക് ശരിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. തുടർന്നാണ് ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതാണ് ഈ കേസിൻ്റെ ഒരു നാൾവഴി എന്നുള്ളത്. അതായത് വാദവയ്പ് കേസിൽ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി, പക്ഷേ അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് ബിസിസിഐ ഏർപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് ഒരു മത്സരവും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. ഏതായാലും ഭാഗാശ്വാസം ലഭിച്ചിരിക്കുന്നു ശ്രീശാന്തിന്. ടി.കെ. റാഷിദ് നൽകും. റാഷിദ്, വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? ഭാഗികാശ്വാസം എന്ന് മാത്രമല്ലേ വിധിയെക്കുറിച്ച് പറയാൻ കഴിയൂ? റിലീഫാണ് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി എന്ന് പറയാം. ഭാഗികമായ ഒരു ആശ്വാസം. കാരണം ലൈഫ് ബാൻ, അതായത് ആജീവനാന്ത വിലക്ക് നീക്കുക എന്നതായിരുന്നു ശ്രീശാന്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് റിവ്യൂ ചെയ്യണമെന്ന്, പുനഃപരിശോധിക്കണമെന്ന് ആ വിലക്ക് നീക്കിക്കൊണ്ട് സുപ്രീം കോടതി ബിസിസിഐയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ശ്രീശാന്തിനെ പൂർണ്ണമായും ഈ വിചാരണ കോടതി ഈ വാദവയ്പ് കേസിൽ കുറ്റവിമുക്തനാക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിൽ നിന്ന് ശ്രീശാന്തിനെ പൂർണ്ണമായും മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിലൊരു മുക്തി ശ്രീശാന്തിനെ അനുവദിക്കാൻ സുപ്രീം കോടതിയും
തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതുമായി ബന്ധപ്പെട്ട BCCI വാദങ്ങളെ മുഖവിലേക്ക് എടുത്തത് കൊണ്ടായിരിക്കണം ശ്രീശാന്തിന് മറ്റ് ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അച്ചടക്ക നടപടികൾ എടുക്കാനുള്ള അധികാരം BCCIക്ക് ഉണ്ട് എന്ന് സുപ്രീം കോടതി ഇന്ന് വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടിയാണ് ഈ ഒരു ആജീവനാന്ത വിലക്കിന് പകരമായി ശ്രീശാന്തിനെതിരെ കൈക്കൊള്ളേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കാനായി സുപ്രീം കോടതി BCCIയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന് BCCIക്ക് 3 മാസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ആ 3 മാസത്തിനുള്ളിൽ ശ്രീശാന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീശാന്തിന്റെ പരാതികളൊക്കെ തീർപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശവുമാണ് BCCIക്ക് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായി വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം നേരത്തെയും ക്രിക്കറ്റ് താരങ്ങളെ വിലക്കുകയും ആജീവനാന്ത വിലക്കിന് ഇരയാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്നും വിചാരണ കോടതിയിൽ വരികയും പിന്നീട് അതിൽ വിചാരണ കോടതി അവരെ കുറ്റമുക്തരാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ശ്രീശാന്തിന്റെ വിഷയത്തിൽ 2013 IPL-ലുമായി ബന്ധപ്പെട്ടാണ്. IPL രാജസ്ഥാൻ റോയൽസും കിങ്സ് 11 പഞ്ചാബും തമ്മിലുണ്ടായിരുന്ന മത്സരത്തിനിടയിൽ ഒരു ഓവറിൽ ഒത്തുകളിച്ചു, അതുമായി ബന്ധപ്പെട്ട് വാതുവെപ്പ് നടത്തി പണം കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ശ്രീശാന്തിനെതിരെ ഉയർന്നിരുന്നത്. അതിൽ പണം കൈപ്പറ്റിയത് അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രീശാന്ത് നൽകിയ വിശദീകരണം ഇപ്പോഴും തൃപ്തികരമല്ല എന്ന നിലപാടിലാണ് BCCI ഉള്ളത്. കോടതി ശ്രീശാന്തിനെതിരെ തെളിവില്ലെന്ന് കണ്ട് ഡൽഹി പട്യാല ഹൗസ് കോടതി അദ്ദേഹത്തെ മോചിതനാക്കിയ ശേഷവും കുറ്റമുക്തനാക്കിയ ശേഷവും ഈ ഒരു ആരോപണത്തിൽ BCCI ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് പണം കൈപ്പറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീശാന്ത് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ ശ്രീശാന്തിന്റെ ഒരു ബോഡി അല്ലെങ്കിൽ അതിന് മേൽ അധികാരമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് BCCIക്ക് അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് BCCI പറയുകയായിരുന്നു. ആ ഒരു നിലപാടാണ് പിന്നീട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ BCCI പുലർത്തിയിരുന്നത്. ഏതായാലും ശ്രീശാന്തിനെതിരെയുള്ള BCCIയുടെ ആ വാദത്തെയും ഒരർത്ഥത്തിൽ അംഗീകരിക്കുകയായിരുന്നു എന്ന് കോടതി എന്ന് വിലയിരുത്തേണ്ടി വരും. പക്ഷേ ആജീവനാന്ത വിലക്ക് എന്ന ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു പ്രതിബന്ധം അത് സുപ്രീം കോടതി തന്നെയാണ്. ഒരു വലിയ കടമ്പ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റാഷി സൂചിപ്പിച്ചതുപോലെ BCCI എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമല്ലോ ഇനി ഇക്കാര്യത്തിൽ നിർണായകമാവുക. നേരത്തെ ഇതിന്റെ വാദസമയത്ത് കേരള ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും BCCI ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയും ശ്രീശാന്തിന് എതിരായിരുന്നു. അത്തരമൊരു നിലപാട് BCCI എടുത്തിരിക്കെ തന്നെ ഇനി അടുത്ത ഘട്ടം അവർക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് ശ്രീശാന്തിന് അനുകൂലമായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ചോദ്യം ഒരിക്കൽ കൂടി, അതായത് റാഷിദ്, ഇനി ഇക്കാര്യത്തിൽ BCCI ആണല്ലോ നിർണായകമായിട്ടുള്ള നിലപാടെടുക്കേണ്ടത്. വാദസമയത്തൊക്കെ ശ്രീശാന്ത് പൂർണ്ണമായും ഈ ദുരൂഹതകൾ നീക്കിയിട്ടില്ല എന്നുള്ളൊരു വാദമാണ് BCCI നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്ന് BCCIക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് ശ്രീശാന്തിന് അനുകൂലമാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുമോ? അത്തരമൊരു കരുതലിന് അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലിന് പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. കാരണം ശ്രീശാന്തിനെതിരെ സുപ്രീം കോടതിയിൽ അടക്കം സ്വീകരിച്ച BCCIയുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. അത് വളരെ കൃത്യമായ വളരെ കർശനമായ നിലപാടായിരുന്നു. ശ്രീശാന്തിനെതിരെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ലൈഫ് ബാൻ ആജീവനാന്ത വിലക്ക് പിൻവലിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ അതിന് തയ്യാറല്ല എന്നൊരു നിലപാടിലായിരുന്നു BCCI ഉള്ളത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശം BCCIക്ക് പാലിച്ചാൽ മതിയാവുകയുള്ളൂ. അതിന് അവർ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് തന്നെ ആജീവനാന്ത വിലക്ക് ഇനി ഒരുപക്ഷെ അത് പുനഃപരിശോധിച്ച് അത് പിൻവലിക്കാൻ BCCI തയ്യാറായേക്കാം. പക്ഷെ മറ്റു ശിക്ഷാ നടപടികൾ മറ്റ് അച്ചടക്ക നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുമുള്ള സാധ്യതയുമുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് BCCI തയ്യാറാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കോടതി പോലും ആ ഒരു നിലയ്ക്കുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് BCCIക്ക്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ രണ്ടാമത്തെ ചോദ്യം, ആജീവനാന്ത വിലക്ക് നീക്കപ്പെട്ടാൽ ശ്രീശാന്തിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ പ്രായം ഏറെ വർദ്ധിച്ചിരിക്കുന്നു. ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന സമയത്തെ പോലെയുള്ള ഒരു ഫിസിക്ക്, ഒരു ശാരീരിക ക്ഷമത അദ്ദേഹത്തിന് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹമാണ് ഒരു നിലപാട് പറയേണ്ടതും അത് തെളിയിക്കേണ്ടതും. രണ്ടാമത്തെ കാര്യമായുള്ളത് ശ്രീശാന്തിന് കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ കൗണ്ടി ക്രിക്കറ്റുകൾക്കടക്കം ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റുകൾക്കടക്കം പലതരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും ഈ ഒരു ആജീവനാന്ത വിലക്ക് നിലനിൽക്കുന്നതിനാൽ അത് ഒന്നും കളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ശ്രീശാന്ത് പറഞ്ഞിരുന്ന ഒരു പരാതി. ആ പരാതി പരിഹരിക്കപ്പെടുമോ ഈ ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടെ എന്നുള്ളതാണ് ഇനി വരുന്ന ഒരു ചോദ്യം. അതിൽ ഏതായാലും ഒരുപക്ഷെ ആജീവനാന്ത വിലക്ക് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അതിൽ ഒരു അത് നീക്കിക്കൊണ്ട് പുനഃപരിശോധിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി BCCIയോട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി BCCIയുടെ ഭാഗത്തുനിന്ന്, ഒരു ഉത്തരവ് കൂടി BCCIയുടെ ഭാഗത്തുനിന്ന് ഇനി ഈ കോടതി വിധിയെ പിന്തുടർന്നുകൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അങ്ങനെ വരികയാണ് എങ്കിൽ അതോട് തുടർന്ന് പിന്നീട് ശ്രീശാന്തിന് കൗണ്ടി ക്രിക്കറ്റെങ്കിലും കളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇനി ഉയരുന്നത്. റാഷിദ്, അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീശാന്ത് ഉന്നയിച്ചിരുന്നല്ലോ. അക്കാര്യത്തിൽ മുഴുവൻ പരാതികളിലും ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടുണ്ടോ, അതോ അത് പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണോ കോടതി വെച്ചത്?
എല്ലാ പരാതികളുടെയും ഉള്ളറകളിലേക്ക് വാക്കാൽ വായിച്ച വിധി പ്രസ്താവത്തിൽ ഇന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ കടന്നിട്ടില്ല. 2 അംഗ ബെഞ്ചാണ് ഇന്ന് വിധി വായിച്ചത്. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് KM ജോസഫ്, ഇവരുടെ ബെഞ്ചായിരുന്നു ശ്രീശാന്തിന്റെ പരാതിയിൽ അപ്പീലിൽ വാദം കേട്ടിരുന്നത്. ആ 2 അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് അശോക് ഭൂഷണാണ് ഇന്ന് തുറന്ന കോടതിയിൽ വിധി പ്രസ്താവം നടത്തിയത്. ആ വിധി പ്രസ്താവത്തിൽ അദ്ദേഹം മറ്റു പരാതികളുടെ അല്ലെങ്കിൽ മറ്റു ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളുടെയും മറുവാദങ്ങളുടെയും പോയിന്റുകളുടെ ഉള്ളറകളിലേക്ക് അദ്ദേഹം ജഡ്ജി കടന്നിട്ടില്ല. പക്ഷേ വിധിയുടെ പകർപ്പ് ലഭ്യമായാൽ ഒരുപക്ഷെ അതിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സായികുമാർ. റാഷിദ്, അതോടൊപ്പം നേരത്തെ റാഷിദ് സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ തനിക്ക് അവസരമുണ്ട്, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിൽ പോകാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ പറഞ്ഞാണ് സുപ്രീം കോടതി വരെ ശ്രീശാന്ത് വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ ആജീവനാന്ത വിലക്ക് നീക്കിയിട്ടുണ്ട്, പക്ഷേ BCCIക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു നിബന്ധന കൂടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി അവിടെ വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിന്റെ കാര്യത്തിലടക്കം BCCI ആണോ ഇനി തീരുമാനമെടുക്കേണ്ടത്? അക്കാര്യത്തിൽ ലൈഫ് ബാൻ നീക്കപ്പെടുന്നതോടുകൂടി, അതായത് ആജീവനാന്ത വിലക്ക് നീക്കപ്പെടുന്നതോടുകൂടി തന്നെ ശ്രീശാന്തിന് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, കൗണ്ടി ക്രിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇനി അതിനും വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ BCCI പുതുതായി കൊണ്ടുവരുമോ എന്നുള്ളത് അത് നമ്മൾ ഞാൻ റാഷിദിലേക്ക് വരാം. BCCIയുടെ മുൻ വൈസ് പ്രസിഡന്റ് TC മാത്യു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ TC മാത്യു, ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നു സുപ്രീം കോടതി ശ്രീശാന്തിന്റെ മേൽ. ഒപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റ് അച്ചടക്ക നടപടികൾ വേണമെങ്കിൽ BCCIക്ക് തീരുമാനിക്കാമെന്നാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിധിയെ? ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ നാളുകൾ അദ്ദേഹം ഈ ഒരു ടോർമെന്റഡ് ആയിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീശാന്ത്. കേരളത്തിൽ നിന്ന് സംബന്ധിച്ചിടത്തോളം സ്പോർട്സിലാണെങ്കിൽ ഒരു ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ടെർമോയിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നത് വലിയ ഒരു ദുഃഖം നൽകുന്ന കാര്യമാണ്. അത് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ റിപ്രൈവ് കിട്ടിയത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇതിന്റെ മേൽ ഇനി ഏതെങ്കിലും തരത്തിൽ BCCI അദ്ദേഹത്തിനെ വീണ്ടും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ BCCIയിലെ ഇലക്ടഡ് കമ്മിറ്റി അല്ല, കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിലും ഇതുവരെ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് എടുക്കാത്തവർ ഇനി അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന നിലപാട് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. TC മാത്യു, അങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയുമോ? കാരണം ഇതിന്റെ വിചാരണ ഘട്ടങ്ങളിലൊക്കെ പൂർണ്ണമായും ഇതിൽ നിന്ന് മറനീക്കി പുറത്തു വന്നിട്ടില്ല ശ്രീശാന്ത് എന്നുള്ള നിലപാട് തന്നെയാണ് BCCI സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ BCCIയുടെ കോർട്ടിലാണ് എല്ലാ കാര്യങ്ങളും. ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിന്റെ ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ സുപ്രീം നീതിന്യായ ബോഡിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി വന്നപ്പോൾ അതിന്റെ മേലെ ഒരു തീരുമാനം എടുക്കാൻ BCCIക്കോ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഈ വാദമുഖത്ത് സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ശ്രീശാന്തിനെ കണ്ടപ്പോൾ അദ്ദേഹം കേസിനെ സംബന്ധിച്ചിടത്തോളം എന്നോട് സംസാരിച്ചിരുന്നു. അത് കോടതി തന്നെ ചോദിച്ചു, ഇത് ഒരു കൊലപാതകം ചെയ്ത ആൾക്ക് പോലും ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോൾ 7 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തു വരുന്നു. ശ്രീശാന്ത് ഓൾറെഡി 5 വർഷത്തിന് മേലെ ഇതിന്റെ ഓഡിയിൽ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിധിക്ക് മേലെ ഒരു തീരുമാനം ആരും എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധികളുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിൽ പല രീതിയിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കരീബിയൻ ലീഗ്, അതുപോലെ തന്നെ കൗണ്ടി ക്രിക്കറ്റ്, ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്, ഇങ്ങനെ പല ലീഗുകളിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. 2 വേൾഡ് കപ്പിൽ അംഗമായിട്ടുള്ള ഒരു കളിക്കാരനാണ്. 2 വിന്നിംഗ് ടീമിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ T20യിലും അതുപോലെ തന്നെ ODI വേൾഡ് കപ്പ് 2011 അദ്ദേഹം അംഗമായിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവരും നല്ല പിന്തുണ നൽകുകയാണ് വേണ്ടത്. തീർച്ചയായും ആ പിന്തുണ അദ്ദേഹത്തിന് നൽകുകയും വേണം. ശ്രീ TC മാത്യു, ഏറ്റവും അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത് തന്നെയാണ് ഇംഗ്ലീഷ് കൗണ്ടിയിൽ കളിക്കാൻ തനിക്ക് അവസരമുണ്ട്, പക്ഷേ ഈ വിലക്ക്